അവിടെ സ്ത്രീ വോട്ടർമാരുടെ കാര്യത്തിലേ അവരെ സ്വാധീനിച്ച മറ്റൊരു കാര്യം ഈ മദ്യനിരോധനമാണ് കേട്ടോ. അത് വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ജൻസുരാജ് പാർട്ടി ആകട്ടെ, പ്രശാന്ത് കിഷോർ പറഞ്ഞിരുന്ന ഒരു കാര്യം, മദ്യനിരോധനം ഒഴിവാക്കും, അതായത് അവിടുത്തെ നാടൻ കള്ള് അത് തിരിച്ചു കൊണ്ടു അതിന്റെ നിരോധനം ഒഴിവാക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുവഴി ഒരു വലിയ ഇൻകം ഉണ്ടാക്കാൻ പറ്റും, പ്രത്യേകിച്ച് മദ്യം കൊണ്ട് വല്ലാതെ വലഞ്ഞിരുന്ന ഒരു വിഭാഗം ജനതയാണ്. അവർ ഇഷ്ടംപോലെ നമുക്കറിയാമല്ലോ, ബീഹാറിൽ വ്യാജമദ്യം കിട്ടാത്ത ഗ്രാമങ്ങളില്ല. അപ്പം ആ മദ്യനിരോധനം കൊണ്ടുവരും എന്നുള്ള നിലപാടിൽ തന്നെ നിൽക്കുന്ന ഒരു പാർട്ടി ഒരു ഭാഗത്ത് നാടൻ കള്ള് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മദ്യനിരോധനം കൊണ്ടുവന്നു കഴിഞ്ഞു നിതീഷ്, അത് മാറ്റും എന്നാണ്. അത് തുടരും, അല്ല അത് തുടരും എന്നാണ് NDA പറയുന്നത്. എന്നാൽ മറുഭാഗത്ത് നാടൻ കള്ള് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായത്. ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണോ മധ്യപ്രദേശിൽ, എങ്ങനെയാണോ മഹാരാഷ്ട്രയിൽ സംഭവിച്ചത്, ലഡ്കിയുമായി ഒരു ബന്ധപ്പെട്ടൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നല്ലോ ശിവരാജ് സിംഗ് ചൗഹാൻ, സമാനമായ രീതിയിൽ ഇവിടെയും നിതീഷ് കുമാർ കൊണ്ടുവന്നു. ഇവിടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ മാത്രമല്ല, സ്ത്രീ സൗഹൃദമായ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നിശ്ചയിച്ചിരിക്കുന്നത്, ഒരു കാലത്ത് ബീഹാറിന്റെ രാഷ്ട്രീയത്തെ നിശ്ചയിച്ചിരുന്നത് MY പൊളിറ്റിക്സ് ആണെന്ന് പറയും. മുസ്ലിം യാദവ കോമ്പിനേഷൻ ആണ് അവിടെ എപ്പോഴും. അത് RJDക്ക് അനുകൂലമായിട്ട് പോയിരുന്ന മുസ്ലിം യാദവ കോമ്പിനേഷൻ ഇക്കുറി ഈ JDUവിന് കൂടി, അതിൽ യാദവ കോമ്പിനേഷൻ JDക്ക് ഒരു വാചകം പറഞ്ഞിരുന്നത് രംഗദാർ ആയി മാറും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗുണ്ടായിസം ആരാണ് ഈ യാദവ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ രംഗദാറാക്കി മാറ്റും എന്നുള്ളതാണ് തേജസ്വി യാദവ് പറഞ്ഞത്. അത് വലിയ ആശങ്കയുണ്ടാക്കി ഒരു വിഭാഗം മറ്റു വിഭാഗം ജനങ്ങൾക്കിടയിൽ തന്നെ. ഈ NDAയിൽ തന്നെ BJPക്കായിരുന്നു ബീഹാറിലെ ഈ വിജയം വേണ്ടത്. കാരണം കേന്ദ്രഭരണം നിലനിർത്തുന്നതിൽ ബീഹാറിൽ സമ്മാനിക്കുന്ന വിജയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ 2029 വരെയുള്ള ഒരു ഷുവർ ബെറ്റായി ബീഹാറിലെ വിജയം മാറുന്നു എന്നുള്ള ഒരു സൂചനയാണ് എക്സിറ്റ്. പക്ഷേ നിതീഷ് കുമാറാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്രത്തിൽ ഭരണമുള്ളത് കൊണ്ട് സ്വാഭാവികമായും നിതീഷ് കുമാർ ഇവിടെ തുടരാനാണ് സാധ്യതയുള്ളത്. നിതീഷ് കുമാർ ഏറ്റവും കൂടുതൽ തവണ കൂറുമാറിയ ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്ത്. പക്ഷേ ഇന്നേ വരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതിയുടെ പേരിൽ നിതീഷ് കുമാറിനെ ശിക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. നിതീഷ് കുമാറിനെതിരെ അന്വേഷണം വന്നിട്ടില്ല. നിതീഷ് കുമാർ ഇപ്പോഴും ആ പ്രതിച്ഛായ നിലനിർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കിപ്പം പി. സുനിൽ കൂടിയുണ്ട്. പി. സുനിൽ, ഇക്കുറി ഇത് രാഹുൽ ഗാന്ധിക്ക് ഒരു വലിയ തിരിച്ചടിയാകും. കാരണം ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്താണ്, ബീഹാർ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് SIR വലിയ വിഷയമായി മാറ്റിയത്. വോട്ട് ചോരി ഒരു വലിയ വിഷയമായി കൊണ്ടുവരികയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്ത വലിയ ക്യാമ്പയിൻ കൊണ്ടുവന്നത് ഈ ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ്. അതൊന്നും തന്നെ താഴെത്തട്ടിലേശില്ല. നമ്മുടെ പ്രതിനിധി ആദിൽ പാലോട് പറയുന്നുണ്ടായിരുന്നു, താഴെത്തട്ടിലുള്ള ആളുകളുടെ വോട്ട് ചോരിയെക്കുറിച്ച് ചോദിച്ചാൽ അവരുടെ നാട്ടിലുള്ള ചോരിയെക്കുറിച്ച് മാത്രമേ അവർക്ക് പറയാനുള്ളൂ. വോട്ട് ചോരി അറിയില്ല, നാട്ടുചോരിയെക്കുറിച്ച് മാത്രമേ അവർ പറയാറുള്ളൂ എന്ന് പറയാറുണ്ടായിരുന്നു. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ റിസൾട്ടായി വന്നിരിക്കുന്നത്. അവർക്കവിടെയുള്ള നിതീഷ് കുമാറിലാണ് വിശ്വാസം, തേജസ്വി യാദവിലല്ല.